നമസ്കാരം. LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ശക്തമായ പ്രതിപക്ഷ സമരങ്ങൾ തീർത്തും കുറവായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതോടെയാണ് സമരങ്ങളുടെ വരവുണ്ടായത്. മുഖ്യമന്ത്രിയെ അടക്കം വഴിയിൽ കരിങ്കൊടി കാട്ടിയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവേലിയേറ്റങ്ങൾ തീർത്തും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൊളുത്തിവിട്ട ഊർജ്ജം സംസ്ഥാനമാകെ പടർന്നു. പിണറായി വിജയന് നേരെ കൈ ചൂണ്ടി നയങ്ങൾ ചോദ്യം ചെയ്ത് സമരം നയിക്കാൻ രാഹുൽ തന്നെ മുന്നിൽ നിന്നു. ആകെ വലഞ്ഞ സർക്കാരിന് മുന്നിൽ പിന്നെ ഒറ്റ വഴിയുള്ളായിരുന്നു: രാഹുലിനെ നിർജ്ജീവമാക്കുക. ഒന്നിനു പിറകെ ഒന്നായി 3 റേപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തു. മാതൃസംഘടനയായ കോൺഗ്രസ് പ്രതിസന്ധിയിലായി. രാഹുൽ പാർട്ടിക്ക് പുറത്തായി. അതിവിദഗ്ധമായി രാഹുലിനെ അറസ്റ്റ് ചെയ്തു. ഡിവൈഎഫ്ഐക്കാർക്ക് ചീമുട്ടേറിയാൻ അവസരമുണ്ടാക്കി അയാളെ അവർക്ക് മുന്നിലേക്ക് പോലീസ് ഇട്ടുകൊടുത്തു. ഇവിടെ തീർന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളും സമര പരമ്പരകളും. അങ്ങനെ യൂത്ത് കോൺഗ്രസ് ഷെഡിൽ കയറി. പക്ഷേ രാഹുൽ കൊളുത്തിയ സമരജ്വാലകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് KSU മുന്നോട്ട് വന്നു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ സർക്കാരിനെതിരായ സമരങ്ങൾക്ക് അവർ മുന്നോട്ട് വന്നു. അത് പൊളിക്കാൻ CPM അധികം പണിയെടുക്കേണ്ടി വന്നില്ല. വീണ ജോർജിന്റെ പിടലിയുളുക്ക് അഭിനയത്തിലൂടെ, മന്ത്രിയുടെ പിടലി ഒടിച്ചുവെന്ന MV ഗോവിന്ദന്റെ ഒറ്റ പ്രസ്താവനയിലൂടെ, DYFI SFI പ്രതിഷേധത്തിലൂടെ അവരും കരക്കേറി. സർക്കാരിന്റെ നയങ്ങളും CPM DYFI SFI നേതാക്കളുടെ ധാർഷ്ട്യവും പോലീസിന് നേരെയുള്ള കുതിരകയറ്റവും എല്ലാം കാരണം പൊതുജനാഭിപ്രായം എതിരായി നിൽക്കുകയാണ്. സർക്കാരിനെതിരെ തുടർ സമരം നയിക്കേണ്ട നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധ തെരഞ്ഞെടുപ്പിലാണ്. മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലിയുള്ള വേവലാതികളും ചേരിതിരിഞ്ഞുള്ള PR വർക്കുമാണ് നടന്നു വരുന്നത്. ആരോഗ്യമേഖലയിലെ വീഴ്ച, ക്രമസമാധാന തകർച്ച, ഡേറ്റ ചോർച്ച, പിൻവാതിൽ നിയമനം തുടങ്ങി ചർച്ചയും സമരവും നടത്തേണ്ട നിരവധി വിഷയങ്ങളിൽ UDFന് അനക്കമില്ല. സമീപകാല കോടതി വിധികളിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള, ആഗോള അയ്യപ്പ സംഗമത്തിലെ കൊള്ള, യുവതീ പ്രവേശനം, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെ PR ദൂർത്ത് എന്നിങ്ങനെ സമരം നടത്തേണ്ട നിരവധി വിഷയങ്ങളിൽ പ്രതിപക്ഷം നിർജ്ജീവമാണ്. ഇതൊക്കെ ഏറ്റെടുത്ത് സമരം ചെയ്തിരുന്നത് യൂത്ത് കോൺഗ്രസും KSUവുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒറ്റ നേതൃപാടവത്തിൽ യൂത്ത് കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റു. സർക്കാരിനെ അലോസരപ്പെടുത്തുന്ന വിധം സഭയ്ക്ക് അകത്തും പുറത്തും രാഹുലിന്റെ ശബ്ദമുയർന്നു. ഒരാളെയും അയാൾ വെറുതെ വിട്ടില്ല. രാഹുലിന്റെ ചോദ്യമുനയിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും സർക്കാരും CPMഉം ഉയർത്തു. പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞ് ചോദ്യം ചെയ്തു. ഇതിന്റെ അനുരണനം ജില്ലകളിലുമുണ്ടായി. എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന് പൊതുജീവൻ ലഭിച്ചു. രാഹുലിനെ ഒതുക്കിയില്ലെങ്കിൽ കുഴപ്പമാകുമെന്ന് കണ്ടാണ് സർക്കാർ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് അടിച്ചമർത്തലിറങ്ങിയത്. പരാതിക്കാരെ നിർബന്ധിച്ച് കളത്തിലിറക്കി. ചില ചാനലുകൾ കൂടിയായതോടെ രാഹുൽ വിട്ടു. വിവാദം അലയടിച്ചുയർന്നതോടെ രാഹുലിനെ തള്ളിക്കളയാതെ രക്ഷയില്ല എന്ന അവസ്ഥയായി കോൺഗ്രസിന്. രാഹുൽ പാർട്ടിക്ക് പുറത്തായതോടെ സമരങ്ങൾ നിലച്ചു. പകരം വന്ന OJ ജനീഷിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ KSU സജീവമായി. അവരുടെ സമരങ്ങൾ വിജയിക്കുമെന്നായപ്പോഴാണ് ആരോഗ്യമന്ത്രിയുടെ പിടലിയുളുക്ക് നാടകം വന്നത്. മന്ത്രിയെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുക മാത്രമാണ് ചെയ്തത്. എല്ലാ ദൃശ്യങ്ങളിലും അത് വ്യക്തവുമായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന MV ഗോവിന്ദന്റെ വാക്കുകൾ ഏവരെയും ഞെട്ടിച്ചു. മന്ത്രിയുടെ കൈ പിടിച്ച് തിരിച്ചു, കഴുത്തൊടിച്ചു, ഗോവിന്ദന്റെ പച്ചക്കള്ളം കെട്ട് എല്ലാവരും ഞെട്ടി. പക്ഷേ ആ ഒറ്റ പ്രസ്താവന ഏറ്റെടുത്ത് DYFI അക്രമ സമരങ്ങൾ തുടങ്ങി. എല്ലാവരും കരുതിയതുപോലെ ഗോവിന്ദൻ പച്ചക്കള്ളം പറഞ്ഞതായിരുന്നില്ല അത്. ആ ഒറ്റ പെരുങ്കള്ളത്തിൻ്റെ പേരിൽ KSUവിനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതും സാധിച്ചു. ഇനി ഏതെങ്കിലും KSUകാരൻ സമരത്തിനിറങ്ങിയാൽ DYFIക്കാർ അടിച്ചോടിക്കും. ഇതോടെ തീർന്നു പ്രതിപക്ഷ സമരത്തിൻ്റെ കഥ. ഇനി CPMനും സർക്കാരിനും സ്വസ്ഥമായി തെരഞ്ഞെടുപ്പിനെ നേരിടാം. ശബരിമല സ്വർണ്ണക്കൊള്ളയും വയറിനുള്ളിലെ കത്രികയും തേഞ്ഞു മാഞ്ഞു തുടങ്ങി. പ്രതിപക്ഷ സമരം ഇല്ലാതായി. അങ്ങനെ CPM തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്.